ഹായ്, ജിമ്മി മാത്യു ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കേൾക്കാറുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി മുമ്പ് പല പല കാര്യങ്ങളിൽ നമ്മൾ ഈ കൺസർവേറ്റീവ്സിൻ്റെ റൈസ് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ട്രംപ് രണ്ടാമത്, അതായത് ഈ ഇടയ്ക്ക് വെച്ച് ബൈഡൻ വന്നെങ്കിലും പിന്നെ രണ്ടാമതായിട്ട് കോൺട്രവേഴ്സ്യലായിട്ടുള്ള ആദ്യത്തെ ഒരു ടേം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് സെനറ്റിലൊക്കെ നല്ല മെജോറിറ്റിയുമായിട്ട് വളരെ ശക്തനായിട്ട് വന്നിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് തോന്നാം എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും പലരും കുറച്ച് ലിബറലായിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ ഇത് എങ്ങനെ സംഭവിച്ചു, ട്രംപിൻ്റെ പോലെ ഒരാൾ എങ്ങനെ വന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ട്രംപിൻ്റെ പോലെ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് പ്രശ്നക്കാരനാണോ എന്നുള്ളതാണ്. നമുക്കറിയില്ല, അത് നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു പ്രോഗ്രസീവ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു പുരോഗമനപരമായ ഒരു പ്രസിഡൻ്റ് ഒന്നും ആയിരിക്കാൻ ഒരു സാധ്യതയുമില്ല. മാത്രമല്ല പല പ്രതിലോമകരമായിട്ടുള്ള ടെൻഡൻസീസും പുള്ളിക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നത് പുള്ളി ഡെമോക്രസിയുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരാളാണെന്നുള്ളതാണ്. ഈ ഡെമോക്രസി എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന മൂല്യം തന്നെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് വേണ്ടാത്ത ഒരാളെ പുറത്താക്കി വേറൊരാളെ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം പണ്ട് മുതലേ ഒരാൾ അധികാരത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെമോക്രസിക്കൊക്കെ മുമ്പ് അയാൾ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കാനായിട്ട് എന്ത് തെണ്ടിത്തരവും ചെയ്യും അല്ലേ. ആൾക്കാരെ കൊല്ലും, അടിച്ചമർത്തും, എല്ലാം ചെയ്യും. അതേസമയം അതിൻ്റെ മാറ്റം വന്നത് ശരിക്കുള്ള പ്രോപ്പർ ഡെമോക്രസി വന്നപ്പോഴാണ്. അപ്പോൾ ഒരാൾ മാറിക്കൊടുക്കുന്നു, മറ്റേ ആൾ കയറുന്നു, പിന്നെ മറ്റേ ആളെ ആൾക്കാർ മടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്ത് താഴെ ഇറക്കുന്നു, രണ്ടാമത് കയറുന്നു. ഉദാഹരണത്തിന് ട്രംപിന് ഇപ്രാവശ്യം അധികാരത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ബൈഡൻ മാറിക്കൊടുക്കുകയും അയാളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അല്ലേ. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം ട്രംപിനെ വോട്ട് ചെയ്ത് പുറത്താക്കിയപ്പോൾ എന്താണ് സംഭവിച്ചത്? പുള്ളി ക്യാപിറ്റൽ ഹില്ലിലേക്ക്, പാർലമെൻറ്റ് ഹൗസിലേക്കൊക്കെ ആൾക്കാരെ വിട്ട് കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. മാത്രമല്ല പുള്ളി തോറ്റു എന്ന് വിട്ടുകൊടുക്കാനായിട്ട്, തോറ്റു എന്ന് സമ്മതിക്കാൻ പോലും പുള്ളി തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഡെമോക്രസി? അതാണോ ശരിക്കും പറഞ്ഞൊരു കൺസർവേറ്റീവ്? ഈവൻ ഡെമോക്രസിയിലുള്ള കൺസർവേറ്റിസം, ശരിക്കും പറഞ്ഞാൽ കൺസർവേറ്റിസത്തിന് ഞാൻ എതിരല്ല. കാരണം പലപ്പോഴും പല രാജ്യങ്ങളിലും പല സമയത്തും കൺസർവേറ്റിസം പല കാരണങ്ങൾ കൊണ്ടും മേൽക്കൈ നേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടത് ഒരു ഡെമോക്രസിയിൽ കൺസർവേറ്റിസം എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് പാർട്ടീസ് ഉണ്ടാവും, ലിബറൽ പാർട്ടീസ് ഉണ്ടാവും, പലതരത്തിലുള്ള പാർട്ടികളുണ്ടാവും, പലതരത്തിലുള്ള ഐഡിയോളജികൾ ഒരു ഡെമോക്രസിക്ക് അകത്തുണ്ടാവും. അത് പ്രശ്നമല്ല. പക്ഷേ അത് ഡെമോക്രാറ്റിക് വാല്യൂസിന് പ്രൈമറസി കൊടുത്തുകൊണ്ടായിരിക്കണം അല്ലേ, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കണം. അപ്പോൾ അവിടെ തന്നെ ഡൊണാൾഡ് ട്രംപിന് പഴിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പല കാര്യങ്ങളിലും ഫാക്ട്സിനെ നിരാകരിക്കുക, അതായത് വസ്തുതകളെ വളച്ചൊടിക്കുക, നിരാകരിക്കുക. അത് ഓഫ് കോഴ്സ് ലിബറൽസും പ്രോഗ്രസീവ്സും ഒക്കെ ചെയ്യുന്നതാണ് അവരുടെ വശത്തെ ന്യായീകരിക്കാനായിട്ട്. പക്ഷേ ഈ ട്രംപിൻ്റെ പോലെയുള്ള അൾട്രാ കൺസർവേറ്റീവ്സ്, നമ്മുടെ ഇപ്പോൾ കാണുന്ന ലോകത്തിൽ പലയിടത്തും പൊങ്ങി വന്നിട്ടുള്ള അൾട്രാ കൺസർവേറ്റിസം കാണിക്കുന്നത് അവർക്ക് ഫാക്ട്സിനോട് വളരെയധികം അലർജിയാണെന്നുള്ളതാണ്. ആ ഫാക്ട്സ് എങ്ങനെ മറച്ചു വെച്ചിട്ട് അവരുടെ അജണ്ടയെ മുന്നോട്ട് നയിക്കാം. അതിന് ട്രംപിൻ്റെ കാലത്ത് കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒബാമയെ ആക്രമിക്കാനായിട്ട് ട്രംപ് ഉപയോഗിച്ച പ്രൈമറി കോൺട്രവേഴ്സി തന്നെ ഒബാമ ഒരു മുസ്ലിം ആയിരുന്നു എന്നുള്ള കള്ളം പിന്നെയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ഒബാമ അമേരിക്കക്കാരനല്ല, അമേരിക്കയിലല്ല ജനിച്ചത്, ആഫ്രിക്കയിലാണ് ജനിച്ചത്. ബർത്തർ കോൺട്രവേഴ്സി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു കോൺസ്പിറസി തിയറി അദ്ദേഹം അടിച്ചിറക്കുകയുണ്ടായി. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഈ പ്രാവശ്യം പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ഇമിഗ്രൻസ് പലപ്പോഴും തൊട്ടടുത്തുള്ള വീട്ടുകാരുടെ പൂച്ചകളെയും പട്ടികളെയും പിടിച്ച് കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട് എന്ന് വന്ന തീർത്തും തെറ്റായ ഒരു വാദം പിന്നെയും ആവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ കാണുന്നത്. അതുപോലെ WHO നിന്ന് പിന്മാറുക എന്നുള്ളതാണ് പുള്ളി ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയുമോ WHO കൊണ്ട് എന്ത് ഗുണം എന്നൊക്കെ പറയും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ UN കൊണ്ട് എന്ത് ഗുണം, യുനെസ്കോയെ കൊണ്ട് എന്ത് ഗുണം?
WTO കൊണ്ടും നമ്മുടെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനെ കൊണ്ടും ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ കൊണ്ടും ഒക്കെ എന്താണ് ഗുണം? ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസിനെ കൊണ്ട് എന്താണ് ഗുണം? എന്താണ് മൾട്ടിലാറ്ററലിസത്തിൻ്റെ ഗുണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? WHO എന്തൊക്കെ പറഞ്ഞാലും അത് WHO കൊടുത്തേക്കുന്ന മാൻഡേറ്റാണ്. WHO ഓരോ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഒരു അധികാരമേ അതിനുള്ളൂ. അത് വെച്ച് വളരെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു ഓർഗനൈസേഷനാണ്. സ്മോൾ പോക്സിനെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തത് WHO നേതൃത്വത്തിലാണ്. ഇപ്പോഴും എയ്ഡ്സ്, ട്യൂബർക്കുലോസിസ്, എബോള മുതലായ കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം രാജ്യങ്ങൾ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാക്കാനായിട്ട് WHO സഹായിച്ചു. ഈ നേരത്തെ പറഞ്ഞ ഈ ഇതുപോലെ തന്നെ സാർസ്, ഇനിയും കോവിഡ് പോലത്തെ വൈറസുകൾ വരാം. എബോളയ്ക്കൊക്കെ നമുക്ക് വാക്സിൻ ഈ അടുത്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പക്ഷേ പലർക്കും ഇപ്പോഴേ കൊടുത്തു തുടങ്ങേണ്ടതുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും, വളരെയധികം കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ WHO പിന്മാറുന്നത് വഴി 20% അതിൻ്റെ ഫണ്ടിങ് US-ൻ്റെ ആയിരുന്നു. അത് കട്ട് ചെയ്യുന്നത് വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ: അമേരിക്കയുടെ കാശ് കൊണ്ട് ആഫ്രിക്കക്കാരും ഇന്ത്യക്കാരും അങ്ങനെ തേർഡ് വേൾഡ് കൺട്രീസും അങ്ങനെ ബാക്കിയുള്ളവരാരും സുഖിക്കണ്ട എന്നുള്ള ഒരു വളരെ നാരോ ആയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ അമേരിക്കയാണ് ഇപ്പോഴും ഏറ്റവും പവർഫുള്ളും ഏറ്റവും കാശുള്ളതുമായ കൺട്രി. അപ്പോൾ അവരുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അവർ ഓടിത്തള്ളുക എന്നുള്ളതാണോ അവരുടെ ഉദ്ദേശം? അതാണോ ഈ കൺസർവേറ്റിസം അല്ലെങ്കിൽ വലത് കൺസർവേറ്റിസം എന്ന് പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സാധനം എല്ലാ ശാസ്ത്രജ്ഞന്മാരും അത് റിയൽ ആണ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അല്ലേ? നമ്മളുടെ ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആഗോള താപനം വളരെ വലിയൊരു ഭീഷണിയാണ് മനുഷ്യരാശിക്ക്. മനുഷ്യരാശി മൊത്തം ഒരുമിച്ച് നിന്നാൽ മാത്രമേ, എന്നിട്ട് പടിപടിയായി പലതും ചെയ്താലും മാത്രമേ അതിനെ തടയാൻ പറ്റുള്ളൂ. അതേസമയം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല എന്നാണ് ട്രംപിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പിറകിലുള്ള ആശയം ശരിക്കും പറഞ്ഞാൽ എന്താണ്? അതായത് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ, അമേരിക്കക്കാരാണ് ഏറ്റവും കൂടുതൽ ആഗോളതാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും പെർ ക്യാപിറ്റ കാർബൺ ഫുട് പ്രിൻ്റ് ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയ്ക്കാണ്. അപ്പം ഞങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഞങ്ങൾ കോഞ്ഞാട്ടിയായിട്ടുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ചിന് പക്ഷേ ഞങ്ങൾ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കാൻ തയ്യാറല്ല. ഇന്ത്യ, ചൈന മുതലായ രാജ്യങ്ങൾക്ക് അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതൊക്കെയാണല്ലോ പ്രശ്നം, ഈ പാരീസ് അക്കോർഡിൻ്റെ ഒക്കെ പ്രശ്നം. അപ്പോൾ അതാണ് അവർ പറയുന്നത്. ഇതെങ്ങനെ വലിയൊരു നല്ല കാര്യമാവും എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ എങ്ങനെ ഇങ്ങനെയുള്ള അതോറിറ്റേറിയൻ കൺസർവേറ്റീവ്സ് വരുന്നു എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് പക്ഷേ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് എന്ന് പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന സാധനത്തിനെതിരായിട്ടുള്ള ഒരു ബാക്ക്ലാഷാണ്. ഒരു സംശയമില്ല, ഗ്ലോബലൈസേഷൻ നമുക്ക് ഇല്ലാതാക്കാൻ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളും തമ്മിൽ കോപ്പറേറ്റ് ചെയ്യണം. എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള ആ എക്കണോമിക് കോപ്പറേഷൻ കൊണ്ട് നമുക്ക് തന്നെ ഗുണമുണ്ടായി എന്ന് നമുക്കറിയാം. 90കളിലും 80കളിൽ ചൈന ഇതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഭയങ്കര ഗുണഭോക്താവായി. അതുകൊണ്ട് തന്നെ ചൈനയെ ഇത്രയും ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് വളരെയധികം എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ 90കളിൽ ഗ്ലോബലൈസേഷൻ കഴിഞ്ഞ പിന്നെയാണ് ഇന്ത്യയുടെ എക്കണോമി ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. ഇത്രയും മാനുഫാക്ചറിങ് സെക്ടറിലേക്കും കൂടുതലായിട്ട് സർവീസ് സെക്ടറിലേക്കും മാനുഫാക്ചറിങ് സെക്ടറിലേക്ക് ചൈനയ്ക്ക് വളരെ ഗുണമുണ്ടാക്കാൻ പറ്റി. നമുക്ക് സർവീസ് സെക്ടറായിട്ടുള്ള IT ഇൻഡസ്ട്രീസിലൊക്കെ ഭയങ്കര ഗുണമുണ്ടാക്കാൻ പറ്റി. ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടി. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും സ്ഥിതി ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ടെക്നോളജിയുടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ലോകം മൊത്തം കുറവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ലോകം മൊത്തം നന്നായിട്ടുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ മനുഷ്യൻ എപ്പോഴും നമ്മുടെ അബ്സല്യൂട്ടായിട്ടുള്ള നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ എന്നല്ല നോക്കുന്നത്, നമുക്ക് ബാക്കിയുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നപ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങി അല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യവും അമേരിക്കയും UK തമ്മിലൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം നല്ല ഈസിയാണ്. അപ്പം നമുക്ക് തോന്നും നമ്മൾ മോശമാണല്ലോ. രാജ്യങ്ങൾ തമ്മിൽ മാത്രമുള്ള കമ്പാരിസൺ അല്ല,
ഗ്ലോബലൈസേഷൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിയോ ലിബറലിസം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കൾച്ചറൽ ലിബറൽ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതൊരു എക്കണോമിക് നിയോ ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ ക്യാപിറ്റൽ മാർക്കറ്റ്സിന് ഭയങ്കര മുൻതൂക്കം കൊടുക്കുന്ന ഒരു അപ്രോച്ച് കൊണ്ട് ഒരു സംശയവുമില്ല ഇനീക്വാലിറ്റി, അസമത്വം കൂടിയിട്ടുണ്ട്. അത് അമേരിക്കയിൽ കൂടിയിട്ടുണ്ട്. വളരെ ചുരുക്കം പേര്, 1% ആൾക്കാർ വളരെയധികം 40-40% ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത്, നമ്മുടെ രാജ്യത്താണെങ്കിലും അവരുടെ രാജ്യത്താണെങ്കിലും അടക്കി വയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. വളരെ വലിയ കോർപ്പറേറ്റ്സും മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിൻ്റെയും കയ്യിൽ ഒത്തിരി അധികാരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഇനീക്വാലിറ്റി മനുഷ്യനൊരു ത്രെറ്റ് പെർസെപ്ഷൻ, നമ്മളുടെ സ്വത്വം നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ നമുക്കെതിരായിട്ട്, അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് നമുക്കെതിരായിട്ടുള്ള ഒരു അറ്റാക്കായിട്ട് ഈ ഇനീക്വാലിറ്റി ഉണ്ടാക്കിയത് എന്താണ്? ഗ്ലോബലൈസേഷൻ. അപ്പോൾ ആ ഗ്ലോബലൈസേഷനുള്ള ഒരു ബാക്ക്ലാഷ് അവിടെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്തിന് നമ്മുടെ കാര്യം, നമ്മുടെ കൾച്ചറൽ വാല്യൂസ്, നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതാണ് ട്രംപൊക്കെ പറയുന്നത്, അല്ലേ? രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലിസം എന്ന് പറയുന്ന മോഡേണിറ്റി, ലിബറൽ വാല്യൂസിനെതിരായിട്ടും ഒരു ബാക്ക്ലാഷ് ഉണ്ട്, അല്ലേ? ഭയങ്കര പെട്ടെന്നാണ് ലോകം മാറുന്നത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ മാറ്റം സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും കൊണ്ടൊക്കെ ലോകത്ത് ഈ പറഞ്ഞ മോഡേൺ വാല്യൂസ് ലോകം മൊത്തം വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ സ്പീഡിൽ പടരുകയും അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റീസ് അവരുടെ കൾച്ചറൽ വാല്യൂസിന് ഭയങ്കര ത്രെറ്റ്, ഇപ്പം ഇസ്ലാമിക് വാല്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറിയ രാജ്യങ്ങളുടെ വാല്യൂസ് ആണെങ്കിലും, ഇപ്പോൾ ഇന്ത്യൻ ഹിന്ദു വാല്യൂസ് എന്ന് പറയുന്ന ഒരു വാല്യൂസ് ആണെങ്കിലും ഇന്ത്യൻ വാല്യൂസ് ആണെങ്കിലും നമ്മളുടെ സ്വകാര്യമായ വാല്യൂസ്, അമേരിക്കക്കാർക്ക് അവരുടേതായ വൈറ്റ് വാല്യൂസ്, വെള്ളക്കാരൻ്റെ വാല്യൂസ് എന്ന് പറയുന്നതിനൊക്കെ ഭയങ്കരമായ ത്രെറ്റ് ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ വേറൊരു സാധനമാണ് ഇമിഗ്രേഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് പോകുന്നു. ഇമിഗ്രൻസ് കൂടുതലായിട്ട് വരുന്നു. വേറെ രാജ്യക്കാർ, വേറെ വർണ്ണത്തിലുള്ളവർ, വേറെ റേസിലുള്ള ആൾക്കാർ, വേറെ കൾച്ചറുള്ള ആൾക്കാർ ഒത്തിരി വരുന്നു. അതൊക്കെ നമ്മുടെ സ്വത്വത്തിന് ഭയങ്കര ഐഡൻറ്റിറ്റിക്ക് ഭയങ്കര ത്രെറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിനെ വളരെ സമർത്ഥമായിട്ട് ട്രംപിന് മുതലാക്കാനായിട്ട് സാധിച്ചു. കാരണം അമേരിക്കയിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ത്രെറ്റ് ഉണ്ട്. കാരണം ഹിസ്പാനിക് എന്ന് പറയുന്ന ഗ്രൂപ്പുകളെ അവർ വൈറ്റായിട്ട് കൂട്ടിയിട്ടില്ല. അപ്പോൾ വെള്ളക്കാർ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 50-55% മാത്രമേ ഇപ്പോൾ അമേരിക്കയിലുള്ളൂ. ഇത് തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അവർ മൈനോറിറ്റി ആകും എന്നുള്ള ഒരു ഭയങ്കരമായ ത്രെറ്റ് അവിടെ ഓൾറെഡി വൈറ്റ് ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ അതിനെ കത്തിക്കാനായിട്ട് ട്രംപിന് സാധിച്ചു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അതാണ് അതിൻ്റെ റൂട്ട് കോസ് അതിൻ്റെ ഏറ്റവും വലിയൊരു റൂട്ട് കോസ്. അപ്പോൾ അതോറിറ്റേറിയൻ കൺസർവേറ്റീവ്സിന് ഈ ത്രെറ്റ് പെർസെപ്ഷൻ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര നന്നായിട്ട് ലോകം മൊത്തം ഇതേ കാരണങ്ങൾ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇതേ കാരണങ്ങൾ ലോകം മൊത്തം ഉള്ളതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഇതേ കാരണങ്ങൾ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. ഫാക്ട്സിനെ മൂടി വെച്ച് പ്രൊപ്പഗാൻഡ ഭയങ്കരമായിട്ട് കൂട്ടാനായിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം മൊത്തം അതോറിറ്റേറിയൻ കൺസർവേറ്റീവ്സ് പൊങ്ങി വരാനൊരു കാരണമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനി കുറച്ച് നാളത്തേക്ക് അത് കൂടി വരും എന്ന് തന്നെ തോന്നുന്നു. പല പ്രശ്നങ്ങളും അതുകൊണ്ട് ഉണ്ടായേക്കാം. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെ പറഞ്ഞാലും അത് പിന്നെ ഒരു ന്യൂ ഒരു ബാലൻസിലേക്ക് വരുമോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ വരില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോൾ കാലാകാലത്തോളം ഇതുപോലെ അതോറിറ്റേറിയൻ കൺസർവേറ്റീവ്സിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചേക്കാം. വ്ളാദിമിർ പുടിനൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിൽ ഇടണം. ശരിക്കും പറഞ്ഞാൽ ഈ ലോകം ഒരു ചെറിയൊരു ഒരു ടേണിംഗ് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഇതിന് ഭാവിയിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള സംശയമൊന്നും ഇല്ല. അപ്പോൾ പക്ഷേ ഈ ലിബറൽ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പ്രോഗ്രസീവ് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതിനെ മനസ്സിലാക്കാനും ഇതിനെ കൗണ്ടർ ചെയ്യാനും വളരെയധികം തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സാധാരണ മനുഷ്യരുടെ ഒരു കൺസേൺസ് ആണ് ഇതൊക്കെ. ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം ഇനീക്വാലിറ്റി നല്ലതാണ്. കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റുകൾക്ക് ഇടപെട്ട് ഇതിനെയൊക്കെ ഈ ചേഞ്ചുകളെ കുറച്ചുകൂടി പതുക്കെ ആക്കിക്കൂടെ,
ജോലിയൊക്കെ കുറച്ചുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൂടെ, ഇമിഗ്രേഷനൊക്കെ ആൾക്കാരെ മര്യാദയ്ക്ക് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരുടെ കൺസേൺസ് മനസ്സിലാക്കി ചെയ്തുകൂടെ, ഈ ആൾക്കാരുടെ ഐഡൻറ്റിറ്റിയൊക്കെയുള്ള ത്രെറ്റ് സീരിയസ് ആയിട്ട് എടുത്തുകൂടെ, അതിനെ അഡ്രസ്സ് ചെയ്തുകൂടെ, ഉടനെ തന്നെ ഈ എക്സ്ട്രീം ലിബറൽ വ്യൂസിനെ ടെമ്പർ ചെയ്തുകൂടെ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അത്രയും ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, അതായത് ഒരു കൾച്ചറലായിട്ടുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, ഇപ്പം ട്രംപിനെതിരെ കമലാ ഹാരിസ് പോലെയുള്ള വേറൊരു എത്നിസിറ്റിയുള്ള ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ഇന്ത്യൻ എത്നിസിറ്റിയുള്ള ഒരു സ്ത്രീയെ തന്നെ ഓപ്പോസിറ്റായിട്ട് നിർത്തിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി അത് തന്നെ ഒരു പ്രശ്നമാണ്. കാരണം എന്തായാലും അവർക്കെതിരായിട്ടുള്ള വോട്ടിംഗ് അവിടെ വരും. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ പറ്റില്ല, അപ്പോൾ നിങ്ങളൊരു മിസോഗൈനിസ്റ്റാണോ, ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു മിക്സഡ് റേസ് ഉള്ള ആളെ നിർത്തിയത് കൊണ്ട് നല്ലതല്ലേ? തീർച്ചയായിട്ടും അത് നല്ലതാണ്. പക്ഷേ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ വരുമ്പം അത് വളരെ മോശമായി ഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ പോലെ തന്നെയുള്ള ഒരു വൈറ്റ് അമേരിക്കൻ അവരുടെ ആ മജോറിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നു ശരിയായിട്ട് എന്ന് തോന്നുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതിനേക്കാളും വളരെ നന്നായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ എതിരിടാനായിട്ട് സാധിച്ചേനെ എന്ന് എനിക്ക് തോന്നുന്നു. ഓഫ് കോഴ്സ് അതൊരു റിഗ്രസീവ് വ്യൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പലപ്പോഴും പ്രാഗ്മാറ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും റിഗ്രസീവാണ്. പക്ഷേ ഈ ഐഡിയലിസത്തിൽ ഉറച്ചു വിശ്വസിച്ച് അതിൽ പിടിച്ചു തൂങ്ങുന്ന പ്രോഗ്രസീവ് ലിബറലുകൾ, പുരോഗമനവാദികൾ ചിലപ്പോൾ ഭാവിയിൽ നന്നായിട്ട് പ്രശ്നം അവർക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ മനുഷ്യർ സഹജമായ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എന്നെനിക്ക് തോന്നുന്നു. ചില കോൺട്രവേഴ്ഷ്യൽ പോയിൻറ്റ്സ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് അതൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.